സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം തന്നെ കുറച്ച് സാരികൾ കാണിക്കാൻ പോവാം കേട്ടോ. ഇതെന്താ ആദ്യം തന്നെ സാരി എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? ഞാൻ എപ്പോഴും എൻ്റെ സാരി ബിസിനസ്സിൻ്റെ കാര്യം ഇങ്ങനെ പറയുമെങ്കിലും എപ്പോഴും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണമെന്ന് വിചാരിക്കുക. പേജും എൻ്റെ വാട്സപ്പ് നമ്പറും ഒക്കെ കൊടുക്കാൻ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാൻ മറന്നു പോകും. അപ്പോൾ ഇന്നലെ എനിക്കൊരു മെസ്സേജ് വന്നു ഇൻസ്റ്റാഗ്രാമിൽ. ഞാൻ പറഞ്ഞൊരു വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്തിട്ട് കാണുന്നില്ലല്ലോ എന്ന് വെച്ചിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ സോറി ഫോർ ദാറ്റ്. ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ സാരിയുടെ ഓൺലൈൻ സ്റ്റോറിൻ്റെ പേജും അതേപോലെ തന്നെ എൻ്റെ വാട്സപ്പ് നമ്പറും കൂടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ സാരി സംബന്ധമായ എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, ഇല്ലെങ്കിൽ ഡയറക്റ്റ് എൻ്റെ ഇൻസ്റ്റയിൽ DM ചെയ്താലും മതി. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന സാരി ഞാൻ കൂടുതലും എന്താ പറയുക സോഫ്റ്റ് കോട്ടൺ സാരീസ് ആയിരുന്നു ചെയ്തുകൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ സജഷൻസ് വന്നു കല്യാണത്തിനൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന പട്ട് സാരി കാണിക്കുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ലാസ്റ്റ് ചെയ്തിരുന്നത് സ്റ്റോക്ക് എടുത്തിരുന്നത് നമ്മുടെ കുബേര സിൽക്സിൻ്റെ, അതും സോഫ്റ്റ് സിൽക്കിൽ വരുന്ന കുറച്ച് 3 കളേഴ്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വളരെ കുറച്ച് സ്റ്റോക്ക് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, കാരണം എങ്ങനെയാണ് ഇത് ആൾക്കാർ എടുക്കുക ഇഷ്ടപ്പെടുമോ അറിയാത്തതുകൊണ്ട്. പക്ഷെ അത് കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആയിപ്പോയി. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നലെ ഞാനും ഏട്ടനും പോയിട്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 3 ഷെയ്ഡ്സ് ഒന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഷെയ്ഡ് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള യെല്ലോ ആൻഡ് കോംബോ, യെല്ലോ ആൻഡ് ഗ്രീൻ കോംബോ ആണ്. യെല്ലോ ത്രൂ ഔട്ട് ബോഡി യെല്ലോയിലും ഗോൾഡൻ്റെ ത്രെഡ് വരുന്ന ഈ ഒരു ഷെയ്ഡും, ബോർഡർ ഗ്രീനും, മുന്താണിയും ബ്ലൗസ് പീസും ഗ്രീൻ ആണ് കേട്ടോ വരുന്നത്. ഇതിന്റെ ബോർഡറിന്റെ ഒരു സ്പെഷ്യാലിറ്റി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ബോഡിയും ബോർഡറും തമ്മിലുള്ള കറക്റ്റ് ഒരു സെപ്പറേഷൻ ഉണ്ടാവുമല്ലോ ബോർഡറിന്, ആ ഒരു സെപ്പറേഷൻ വരുന്നില്ല. ഇങ്ങനെ ഒരു ഫെയ്ഡ് ആയ മാതിരി ബോർഡർ കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര ഒരു എലഗന്റ് ആണ് കേട്ടോ. പിന്നെ മുന്താണിയിൽ നമ്മുടെ നോർമലി പട്ടുസാരിക്ക് എല്ലാം ഉള്ള പോലെ ത്രെഡും കൂടെ വരുന്നുണ്ട്. ഇതാണ് ഒരു ഷെയ്ഡ്, നമ്മുടെ ഗ്രീൻ ആൻഡ് യെല്ലോ. ഭയങ്കര രസമല്ലേ കാണാൻ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളർ കോംബോ ആണ് ഗ്രീൻ ആൻഡ് യെല്ലോ. പിന്നെ വരുന്നത് എല്ലാ ഷെയ്ഡും ഭയങ്കര എലഗന്റ് തന്നെയാണ്. പിന്നെ വരുന്നത് നല്ലൊരു ബ്ലൂ. എന്താ വെച്ചാൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുമ്പോൾ ഈ എഫക്റ്റ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അത് എത്രത്തോളം കളർ ചേഞ്ച് ഉണ്ടാവുമെന്നോ. ഇപ്പം യൂട്യൂബ് ആകുമ്പോൾ ഞാൻ വേറെ എഫക്റ്റ് ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുമല്ലോ. അതാണ് യൂട്യൂബിലും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇതാ ബ്ലൂവിന് ത്രൂ ഔട്ട് ബ്ലൂ ആണ്. ബോർഡറിൽ ഞാൻ നേരത്തെ കാണിച്ചില്ലല്ലോ അല്ലേ, ഈ ഒരു മെറൂൺ, ഇത് മെറൂൺ ആണോ അല്ല ഒരു വയലറ്റ് ആണോ, ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് കളറ്. അത് തന്നെയാണ് കേട്ടോ ബ്ലൗസ് പീസും ബോർഡറും വരുന്നത്. നല്ലൊരു കളർ കോംബോ അല്ലേ, ബ്ലൂ ഈ ഒരു മെറൂൺ ഷെയ്ഡ്. ഇതും ബോർഡർ അതേപോലെ ഇങ്ങനെ ഒരു ഫെയ്ഡ് ആയ ടൈപ്പായിട്ട്, അത് ഭയങ്കര ഒരു എലഗന്റ് കാണാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഇതാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ എനിക്ക് ഫസ്റ്റ് സോൾഡ് ഔട്ട് ആയത് ഈ ഒരു കളറാണ് കേട്ടോ. നല്ലൊരു ടൈപ്പ് ഓഫ് റെഡ് ആണോ പിങ്ക് ആണോ ഒന്നും പറയാൻ പറ്റാത്തൊരു നല്ലൊരു കളർ. ഇതാണ് ത്രൂ ഔട്ട് ബോഡി വരുന്നത്. അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ കാണിച്ച ഒരു മെറൂൺ ടൈപ്പ്. ഇത് തന്നെയാണ് ബ്ലൗസ് പീസും ബോർഡറും മുന്താണിയും ഒക്കെ വരുന്നത്. അപ്പോൾ ഇതൊന്നുമല്ല ഇതിൻ്റെ ഹൈലൈറ്റ്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞതിൻ്റെ പ്രൈസാണ്. അതും കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൈസ് എല്ലാവർക്കും അഫോർഡബിൾ ആയ രീതിയിലാണ് എന്ന്. അത് കേട്ടപ്പോഴും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു മൈൻഡിലാണ്, എല്ലാവർക്കും വാങ്ങാൻ പറ്റണം. ഞാനും പല സാരി കാണുമ്പോൾ ഇത് രസം പക്ഷെ ഭയങ്കര റേറ്റ് എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന രീതിയിലേ പ്രൈസ് വരുന്നുള്ളൂ. 3000 4000 ഒന്നും വരുന്നില്ല. വെറും 1299 1299 മാത്രമേ വരുന്നുള്ളൂ. മറ്റ് ഡെലിവറി ചാർജസ് ഒന്നുമില്ല. ഓൾ കേരള ഫ്രീ ഡെലിവറി ആണ്. അപ്പോൾ ഇപ്പോൾ ഇതിൽ കാണിച്ച കളേഴ്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. ഞാൻ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എൻ്റെ വാട്സപ്പിലേക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിലേക്കോ ഡയറക്റ്റ് DM ചെയ്താൽ മതി, അല്ലെങ്കിൽ യൂട്യൂബിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഞാൻ നെക്സ്റ്റ് കാര്യത്തിലേക്ക് കടക്കാം. ഇപ്പോൾ ഈ സാരി എന്ന് വരുന്ന ഇൻകത്തിന് ഞാൻ ഇതുവരെ ഞങ്ങൾ 2 പേരും ഞങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിനൊന്നും എടുത്തിട്ടില്ല. റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ആദ്യമായിട്ട് എൻ്റെ സാരി ബിസിനസ്സിൽ നിന്ന് ഞാനൊരു എമൗണ്ട് എടുക്കുകയാണ്. അതെനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇതിനുമായിട്ട് എനിക്ക് കുറച്ച് ഷർട്ട് എടുക്കാം എന്ന് വിചാരിച്ചു. ഒരു 2-3 ഷർട്ട്സ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഏട്ടൻ എപ്പോഴും എനിക്കാണ് വാങ്ങുന്നത്. ആ ടൈമിൽ ഏട്ടനൊന്നും വാങ്ങാറില്ല. ഞാൻ കൊടുക്കുന്നതാണെങ്കിലും വെഡിങ് ആനിവേഴ്സറി അല്ലെങ്കിൽ ബർത്ത്ഡേ സ്പെഷ്യൽ ഡേയ്സിൽ മാത്രമാണ്. അപ്പം ഇന്ന് ഒന്ന് പോയി എടുക്കാമെന്ന് വിചാരിച്ചു. ഏട്ടനോട് പറഞ്ഞ ഏട്ടൻ എന്തായാലും സമ്മതിക്കൂല, വെറുതെ പൈസ കളയേണ്ടതായിട്ട് വഴക്ക് പറയും. അതുകൊണ്ട് ഞാൻ ഏട്ടനോട് പറഞ്ഞ എനിക്ക് സോക്സ് എൻ്റെ എല്ലാം പോയി ഏട്ടാ, പിന്നെ ഷൂട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈസി വേയിൽ കുറേ ഓഫേഴ്സ് ഉണ്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. നമുക്ക് അവിടെ പോയിട്ട് സോക്സ് എടുക്കാം. ഏട്ടൻ കാറിലിരുന്ന്
വരുന്നു, ഞാൻ പെട്ടെന്ന് പോയി വാങ്ങിയിട്ട് വരാം എന്നാ പറഞ്ഞത്. ഏട്ടൻ കുളിക്കുക എന്നതാ ഞാൻ ഇത്ര ഇതിൽ പറയുന്നത്. അപ്പോൾ ഏട്ടൻ വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പോയിട്ട് ഏട്ടനെ കുറച്ച് ഷർട്ട്സ് എടുക്കാം. ഇപ്പം നോർമലി ഇപ്പം ഏട്ടൻ എനിക്ക് എന്തെങ്കിലും എടുത്താലും ഞാൻ അയ്യോ ഈ കളർ വേണ്ടായിരുന്നു എന്ന് പറയും. ഞാൻ ഏട്ടനെ നിങ്ങളുടെ അയ്യോ ഈ കളർ എടുക്കാൻ ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ കളർ ഇഷ്യൂസ് വരുന്നതാണ് നോർമലി. അതുകൊണ്ട് ഏട്ടന് ഇപ്പം അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നാളെ നമുക്ക് ഒരുമിച്ച് പോയിട്ട് ഏട്ടനും കൂടെ കൂട്ടി പോയിട്ട് അത് എക്സ്ചേഞ്ച് ചെയ്യാം. ഇപ്പം നമുക്ക് എന്തായാലും സർപ്രൈസ് ആയിട്ട് ഏട്ടന് വാങ്ങിക്കൊടുക്കാം. ഏട്ടൻ്റെ റിയാക്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് ഒന്നിച്ച് കാണാം. അപ്പം ഞാൻ പെട്ടെന്ന് പോയിട്ട് കുളിച്ച് റെഡി ആയിട്ട് വരാം. അപ്പോ ഫസ്റ്റ് ഒന്ന് വിമാർട്ടിൽ പോവാനുണ്ട് കേട്ടോ. മുളക് പൊടിയും വിളക്കെണ്ണയും രണ്ടും തീർന്നു പോയി. അത് രണ്ടെണ്ണം മാത്രം അർജന്റായിട്ട് വേണം. അപ്പൊ ഞാൻ ഈ സിബയിൽ പോയിട്ട് സോക്സ് മേടിച്ചിട്ട് വരാം. ഏട്ടൻ കാറിലിരുന്നോ, എന്നിട്ട് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വിമാർട്ടിൽ പോവാം. അപ്പൊ ഞാൻ ഈ ഓടി പോയിട്ടൊരു സോക്സ് വാങ്ങിയിട്ട് വരാം, എന്നിട്ട് നമുക്ക് വിമാർട്ടിൽ പോവാം. അപ്പൊ ഏട്ടൻ കാറിലിരിക്കട്ടെ, നമുക്ക് ഓടി പോയിട്ട് സർപ്രൈസ് ആയിട്ട് ഷർട്ട് വാങ്ങിയിട്ട് വരാം. ഇതാട്ടെ ഈസി ബൈ, കാണാൻ നല്ല ലുക്ക് ഉണ്ടായിരുന്ന ഷോപ്പാ. ഇതിന്റെ മുകളിൽ എന്തോ മെയിൻ്റെനൻസ് കിടക്കാം. അതാട്ടെ ഇങ്ങനെ ഇരിക്കണേ. ഇതിന്റെ അപ്സ്റ്റെയറിലാണ് മെൻസ് വെയർ എല്ലാം വരുന്നത്. അപ്പൊ നമുക്ക് നോക്കിയിട്ട് ബെറ്റർ ആയിട്ടുള്ള നല്ല ഒരു 3 എടുക്കാം കേട്ടോ. കളക്ഷൻസ് ഉണ്ട്, കളക്ഷൻസ് കുറെ ഉണ്ട്. കണ്ട ഒട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങളുടെ ഫ്ലാറ്റിന് തൊട്ടടുത്തുള്ള അക്കനും മോളെ എവിടെ വെച്ച് കണ്ടു കേട്ടോ. ഒരു ചെറിയ അബദ്ധം പറ്റി ഗൈസ്. എല്ലാവരും കാണാനായിട്ട് തിരുവട്ട ഷോപ്പിലോട്ട് വന്നു. അപ്പൊ ഞാൻ തിരുവട്ടന് ഡ്രസ്സ് എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ 3 ഷർട്ട് എടുക്കാൻ വന്നതാ. എനിക്ക് ചീത്ത കിട്ടി. ലാസ്റ്റേക്ക് കരഞ്ഞ് കാലം പിടിച്ച് ഒരു ഷർട്ട് എടുക്കാം, അത് എടുക്കണമെങ്കിൽ നീയും എന്തെങ്കിലും എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എനിക്കിതാ ഈ ഒരു ഓവർ സൈസ്ഡ് ഷർട്ട് എടുത്തു. എങ്ങനെയുണ്ട്? ആ ഷർട്ട് എടുത്തില്ല കേട്ടോ, അത് ഏട്ടനും ഇഷ്ടമായില്ല. അപ്പൊ ഇത് ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടല്ലേ? അപ്പൊ ഏട്ടനൊരു ഷർട്ട്, എനിക്കൊരു ടോപ്പ് എടുത്തു. ഞാൻ ആ കാണിച്ച ഷർട്ട് അല്ല കേട്ടോ, വേറൊരു ലോങ് ടോപ്പ് എടുത്തു. അപ്പോ വലിയൊരു അബദ്ധം പറ്റിപ്പോയി. ഞങ്ങളുടെ ഫ്ലാറ്റ് എഗ്രിമെന്റ് പുതുക്കേണ്ട ഡേറ്റ് ആയി. അപ്പൊ അത് അവര് നമുക്ക് അയച്ചു, പുതിയ റെന്റെല്ലാം വെച്ച് അവരെ നമുക്ക് അയച്ചു. നമ്മളത് സൈൻ ചെയ്തവർക്ക് റിട്ടേൺ അയക്കണം. അപ്പൊ ഇപ്പൊ വന്നതിന്റെ മെയിൻ പർപ്പസ് ഇത് കഴിഞ്ഞാൽ അത് അയക്കാനായിരുന്നു. പക്ഷെ എഗ്രിമെന്റ് എടുക്കാൻ മറന്നുപോയി, ഫ്ലാറ്റിൽ അയക്കുക. പിന്നെ റിട്ടേൺ ഫ്ലാറ്റിൽ പോയി അത് എടുത്തിട്ട് പിന്നെ എനിക്ക് കാക്കനാടേക്ക് വന്നിട്ട് കൊറിയർ ചെയ്യണം. അപ്പൊ നമുക്ക് വേഗം ഫ്ലാറ്റിൽ പോയിട്ട് അത് എടുത്തിട്ട് വരാം. ഭയങ്കര മഴയും. അപ്പൊ ഏട്ടൻ കാറിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ഓടി പോയിട്ട് എടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് പെട്ടെന്ന് പോയിട്ട് എടുത്തിട്ട് വരാം. ഇതെന്താണെന്നറിയോ ഇങ്ങനെ സീൽ ചെയ്തിരിക്കണേ? ഈ ലിഫ്റ്റ് കുറെ നാളായിട്ട് വർക്ക് ചെയ്യുന്നില്ല. 1 month അടുപ്പിച്ച്. അപ്പൊ എന്റെ പണി നടന്നുകൊണ്ടിരിക്കുക, വേറെ ഒന്നും അല്ല കേട്ടോ. ഇതാണ് എടുക്കാൻ മറന്നുപോയത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഓടാം. അങ്ങനെ വീണ്ടും കാക്കനാടേക്ക് ഇത് കൊറിയർ ചെയ്യണം. ഫസ്റ്റ് ആയിട്ട് കവറില്ല, കവർ വാങ്ങണം. എനിക്ക് തോന്നുന്നില്ല പോസ്റ്റ് ഓഫീസ് ആണെന്നൊക്കെ കിട്ടുമായിരുന്നു. ഇന്ന് ലീവെന്നല്ല പറഞ്ഞേ, ശനിയാഴ്ച ലീവ് വന്നു. എനിക്ക് തോന്നുന്നു ബാങ്കെല്ലാം പോലെ 2nd 4th സാറ്റർഡേ ആണ്. അപ്പൊ ഇത് 4th അല്ലേ വരിക?
വാച്ചിന്റെ ഷോപ്പ് നോക്കിയിട്ട് എവിടെയും കാണാനില്ല. അല്ല എങ്ങോട്ടാ കാണുന്നുണ്ട്. ഇവിടുന്ന് വാഴക്കാട് വരെ പോകണം. ഭയങ്കര ട്രാഫിക് ആണ്. യൂഷ്വലിനെക്കാട്ടിലും ഭയങ്കര ട്രാഫിക്. പിന്നെ വാഴക്കാല ആക്ച്വലി ഇവിടുന്ന് അത്രേ ഉള്ളൂ. പക്ഷെ മാപ്പിൽ കാണിക്കുമ്പോ 20 മിനിറ്റ് ഒക്കെ കാണിക്കുക. അപ്പൊ പിന്നെ ഇവിടെ എത്തുമ്പോ ഒരു ടൈം ആവും. പിന്നെ എപ്പെങ്കിൽ ചെയ്യാന്ന് വിചാരിച്ചു. നേരെ ഇനി ഫ്ലാറ്റിലേക്ക് തന്നെ പോവാന്ന് വിചാരിച്ചു. ലഞ്ച് കഴിക്കാൻ നമ്മുടെ പതിവ് സ്ഥലമായ 1947 വന്നിരിക്കാം. പിന്നോട്ടാ ഇത് ഇവരുടെ വെൽക്കം ഡ്രിങ്ക് ആട്ടോ. 1947 എപ്പോൾ ഫുഡ് കഴിക്കാൻ പോയാലും ഫുഡ് വരുന്നതിന് മുന്നേ നമ്മൾ ഓർഡർ ചെയ്യുന്നതിന് മുമ്പേ അവരിത് കൊണ്ടുതരും. ക്വാണ്ടിറ്റി വളരെ കുറച്ചായിരിക്കും. പക്ഷെ നമുക്ക് അത്ര കുടിക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ ഇത് കുടിക്കാൻ പറ്റില്ല. എന്ത് ജ്യൂസാന്ന് വെച്ചാൽ എനിക്കറിയില്ല. എന്തൊക്കെയോ മിക്സ് ചെയ്ത ഒരു ടൈപ്പ് ഓഫ് ജ്യൂസ്. നല്ല ടേസ്റ്റ് കൊള്ളാട്ടോ. നല്ല രസം ഇത് കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫുഡ് വരാൻ ലേറ്റ് ആയാലും നമുക്ക് ബോറടിക്കില്ല. കണ്ടോ, ഓരോ ടേബിളിന്റെ അകത്ത് നമ്മൾ പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറെ സാധനങ്ങളില്ലേ, കിച്ചണിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അതൊക്കെ ഓരോ ടേബിളിന്റെ അകത്ത് അവരിങ്ങനെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കാൻ ഒരു രസമാണ് കേട്ടോ. അങ്ങനെ നിങ്ങളുടെ ഫുഡ് എത്തിയിട്ടോ. ഞാൻ വെജ് ചമ്മന്തി ചോറും ഏട്ടൻ പൊറോട്ടയും വെജ് കുറുമയാണ് ഓർഡർ ചെയ്തത്. അപ്പൊ നിങ്ങൾ കഴിക്കട്ടെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഇനി നേരെ ഫ്ലാറ്റിലേക്ക് പോവാ. റെസ്റ്റ് എടുക്കുക. ഫ്ലാറ്റിലെത്തി. ഇന്നത്തെ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്ക്